ഒരു നല്ലൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ എങ്ങനെ തിരഞ്ഞെടുക്കാം? 30 ദിവസം 30 ഇൻഫർമേഷൻ ഡേ 3. ഒരു തെറ്റായ ബ്രോക്കറെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അത് നിങ്ങളൊരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബ്രോക്കേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തിക്ക് സ്വന്തമായൊരു ഓഫീസ് ഉണ്ടോ. ഓഫീസ് ഉള്ളത് എന്നുള്ളത് അയാളുടെ വിശ്വസ്തതയുടെ ഏറ്റവും ആദ്യത്തെ അടയാളമാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് രേഖകളെ പറ്റിയും ഡോക്യുമെന്റിനെ പറ്റിയും അയാൾക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ടോ. അതായത് ഇൻകം റെൻസ്, ലൊക്കേഷൻ സ്കെച്ച്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ പ്രമാണം, അതിൻ്റെ മുൻ പ്രമാണം, ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് നോക്കി ലീഗൽ വശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള വ്യക്തിയാണോ എന്നുകൂടെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, പ്രോപ്പർട്ടിയുടെ പോരായ്മകളെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടോ. ഒരു നല്ലൊരു ബ്രോക്കർ പ്രോപ്പർട്ടിയുടെ ഗുണങ്ങൾ മാത്രമല്ല അതിന്റെ പോരായ്മകളും എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നതായിരിക്കും. നാലാമത്തെ പോയിന്റ്, കമ്മീഷൻ മുൻകൂട്ടി വ്യക്തമാക്കുന്നുണ്ടോ. അത് പിന്നീടുള്ള ആശയക്കുഴപ്പത്തിനായിട്ട് കമ്മീഷന്റെ വ്യവസ്ഥകൾ എന്താണ് എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന വ്യക്തിയാണോ. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രോക്കർ വഴി ഡയറക്റ്റായിട്ട് വരുന്നതാണ്. 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അത് പഴയ ക്ലയന്റുകളുടെ അഭിപ്രായമാണ്. അത് നിങ്ങൾ ഒന്ന് ഗൂഗിൾ റിവ്യൂ ചെയ്യോ, ഫേസ്ബുക്ക് റിവ്യൂ ചെയ്യോ, അതല്ലെങ്കിൽ വേറെ കസ്റ്റമറിന്റെ റെഫറൻസ് ചെയ്യോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ 5 കാര്യങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിച്ച ശേഷം മാത്രം നിങ്ങളൊരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുക. ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടായിട്ട് തോന്നിയാൽ നിങ്ങൾ മറക്കാതെ ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലെ പുതിയ വീഡിയോസിന് വേണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.